ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു സമയവും കുടുംബജീവിതത്തിനും ആസ്വാദനത്തിനൊക്കെ വേറെ ഒരു സമയവും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അവിടെ തന്നെ ഒരു ചെറിയൊരു തെറ്റ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മളെപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കുടുംബജീവിതം. അതിനൊരു പ്രത്യേക സമയമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് സ്വകാര്യമായ നമ്മുടെ ആവശ്യങ്ങളോ സെക്സൊക്കെ നിർവഹിക്കണം, അതിന് സ്വകാര്യമായ സ്ഥലവും സന്ദർഭവും വേണമെന്നില്ലേ കവിഞ്ഞ്. എല്ലാ സന്ദർഭത്തിലും നമ്മൾ ലൈവാണ്. ഞാൻ നിങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് തിരക്കുള്ള ആൾക്കാർ നമ്മൾ വിട്ടു നിൽക്കണേ ഇല്ല. എല്ലാ സമയത്തും നമ്മൾ ഒന്നിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അനുവാദമുണ്ടെങ്കിൽ എടുക്കേണ്ട ഒരേ ഒരു ഫോണ് ഭാര്യൻ്റെ ഫോണാണ്. അനുവാദം ഉണ്ടെങ്കിൽ ശരി, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കണ്ടാൽ തിരിച്ച് വേറെ ഏത് ഫോണും നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഭാര്യൻ്റെ ഏത് സമയത്തും എല്ലാ സമയത്തും നമ്മൾ കോണ്ടാക്ട്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തിരക്കൊരു പ്രശ്നമാവണില്ല. പക്ഷെ എന്നാലും നിങ്ങൾ ചോദിക്കും, ജോലിയും തിരക്കും ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന്. ഇതിലെന്തുള്ളൂ കാര്യം എന്നറിയോ? നിങ്ങൾ തിരക്കുള്ള ഒരാളാണ് എന്നും നിങ്ങൾക്ക് ഇത്രയൊക്കെ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്നും നിങ്ങളുടെ ഭാര്യയ്ക്ക് ബോധ്യപ്പെടണം. മനസ്സിലായി? നിങ്ങൾ ബോധപൂർവം ജോലിയെ ഒരു എക്സ്ക്യൂസായി സ്വീകരിച്ച് അവരെ അവഗണിക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാവൂ. അല്ലാതെ ജോലിക്കിടയിൽ നിങ്ങൾക്ക് അത്രേ പറ്റുള്ളൂ എന്ന് മനസ്സിലായാൽ അവരതിനോട് എന്ത് ചെയ്യും? സഹകരിച്ചു കൊണ്ടിരിക്കും. എന്തായിരുന്നാലും നമ്മളെ മാത്രം കാത്തിരിക്കുന്ന ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടെന്ന ഓർമ്മ എല്ലാ സന്ദർഭത്തിലും നമുക്കുണ്ടായിരിക്കണം. അതിനൊരു പ്രാധാന്യം നമ്മൾ നൽകുകയും വേണം. അതുകൊണ്ടാണ് അവൾ എല്ലാ പണിയും അടുക്കളയിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കിന് 12 മണിയാവും. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ കാത്തിക്കണ്ട, നമുക്ക് അവരെ കൂടെ തന്നെ അടുക്കളയിൽ പോയിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ. ഞാൻ പറയണത്ര ശരിയാന്ന് എനിക്കറിയില്ല, നിങ്ങളെ കാഴ്ചപ്പാട് ചെയ്തോളിയും. ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവള് ബെഡ്റൂമിലേക്ക് വന്നാലേ നമ്മുടെ ആസ്വാദനങ്ങളും കുടുംബബന്ധവും നടക്കുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടല്ലോ. ഞാൻ പറയണത്, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ ഭാരമേറിയ ജോലിയാണ് ആണുങ്ങൾ ചെയ്യണത്. കാരണം പുറത്തു പോയിട്ടൊരു ശമ്പളം കയ്യിൽ കിട്ടണമെങ്കിൽ അത് നല്ല പണിയെടുത്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. പണിയെടുക്കാൻ പറ്റൂല എന്നുണ്ടാൽ പിന്നെ ആ പണിയിൽ തുടരാൻ പറ്റൂല. അപ്പോൾ ജോലി ചെയ്താൽ അതിന് നല്ല ടെൻഷനുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രൊഫഷണലായ ആളുകൾക്ക് അതിൻ്റെ ഒരു 5 ഇരട്ടി പണി ഭാര്യമാർ വീട്ടിൽ ചെയ്യുന്നുണ്ട് പല ജോലികളായിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടുള്ളൂ? നിങ്ങൾ ഞാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നതെന്ന് രണ്ടാളും പറഞ്ഞ് തർക്കിക്കേണ്ട. രണ്ടാളുടെ ബുദ്ധിമുട്ടും അധ്വാനവും വളരെ വലുതാണ്. പക്ഷെ ഇത് രണ്ടാൾക്കും മനസ്സിലായാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ അടുക്കളയിൽ പോയിട്ട് എല്ലാ പണിയെടുത്തുകൊണ്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അടുക്കളയിൽ എന്തൊക്കെയോ ഭാരമേറിയ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഒന്ന് കണ്ട് കുറച്ച് സമയം അവിടെ ഇരിക്കെങ്കിലും വേണം. അത്ര ഞാൻ പറഞ്ഞു. ഏതെങ്കിലും പണികൾ തേങ്ങ ചേർന്നണ്ട, ഉള്ളി മുറിക്കണ്ട, ഒന്നും വേണം. കുറച്ചു നേരം ഇവർ അധ്വാനിക്കുന്ന അധ്വാനം ഒന്ന് കണ്ടിരിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു രക്ഷിതാവ് ചോദിച്ചൊരു കാര്യമാണ്, എന്തോ പിന്നെ 3 കുട്ടികളുണ്ട്, 3 കുട്ടികളും എന്താണ് ഒരു ഹൈപ്പർതിയിലാണ്, ഭയങ്കര വികൃതികളാണ്, എങ്ങനെ നോക്കിയാലും ഒതുങ്ങൂല. അപ്പോൾ എന്താ പരിഹാരം എന്ന് ചോദിച്ചു. എന്താ പരിഹാരം? സിമ്പിളായിട്ട് പറയാം, രണ്ടാളും കൂടി നോക്കുക. ഇപ്പം അമ്മ മാത്രം നോക്കണേ, രണ്ടാളും കൂടെ നോക്കുക. രണ്ടാളും കൂടെ നോക്കുമ്പോൾ എന്താ അറിയോ, അദ്ദേഹം ഉണ്ടല്ലോ എന്നൊരു ധൈര്യവും ഒരു ഭാരക്കുറവും കിട്ടും. അതന്നെയാണ് പരിഹാരം. അപ്പോൾ കൂടെ നിന്ന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു അടുക്കളയിൽ കഴിയുന്ന അത്രയും സമയം, കുട്ടികളൊക്കെ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യതകളും എന്തും പറയാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ 12 മണി വരെ സഹോദരിമാർ ഇതൊക്കെ വൈകിപ്പിക്കണമെന്നിൻ്റെ വാക്കിന് അർത്ഥമല്ല കേട്ടോ. ഞാൻ ഇവിടെ ഭർത്താവ് വരുമ്പോഴേക്കന്നെ എല്ലാ ജോലിയും തീർത്ത് അദ്ദേഹത്തെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതിനു തന്നെയാണ് മുൻഗണന. പക്ഷേ ഇതിന് വേറെ ചെറിയ സമയങ്ങളാണെന്ന് വിചാരിക്കരുത്. ഒപ്പമുണ്ടാകുമ്പോഴെല്ലാം ഒരു കുടുംബജീവിതത്തെ നമ്മൾ ആസ്വദിക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പ്രേമിക്കണേയും അവിഹിത ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് കൂടുള്ള സഹപ്രവർത്തകരെയും കൂടെ കഴിഞ്ഞ ആളുകളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ചെറിയ മാനസിക ബന്ധങ്ങൾ, അവരോടൊക്കെ എങ്ങനെ നിങ്ങൾ സമയം ചെലവഴിക്കണത്? 10 മണിക്ക് ജോലിക്ക് 4 മണി വരെ രണ്ടാളും ജോലിയിലല്ലേ. അവരോടൊക്കെ എങ്ങനെയാണ് ഈ അവിഹിതങ്ങൾ ചെയ്യുന്ന ആളുകൾ സമയം ചെലവഴിക്കണത്? അതിൻ്റെ ഇടയിൽ കൂടെ ഇതിനൊക്കെ സമയം കിട്ടും. സ്വാഭാവികമായും അത്രയൊന്നും പ്രശ്നമില്ലല്ലോ. ഇത് ഹലാലായ കാര്യമല്ലേ നമുക്ക്. മറ്റത് എത്ര ആൾ കാണുന്നുണ്ടോ നോക്കിയിട്ടാണ് ഈ ആളുകൾ ഈ സംഗതികളൊക്കെ ഒപ്പിക്കണത്. ഇത് ഭാര്യൻ്റെ കൂടെ പെരുമാറുമ്പോഴും നമുക്ക് തൊടാനും പിടിക്കാനും വർത്താനം പറയാനും ഒന്നും ആരും സമ്മതവും വർത്താനൊന്നും വേണ്ടല്ലോ. നമ്മുടെ ഒരു മാന്യത കാത്തു സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പെരുമാറ്റം സദാ നമ്മുടെ വൈഫിനോട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അതുകൊണ്ട് അത്തരത്തിൽ കുടുംബജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളെയും ആസ്വദിക്കണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളുടെ എന്തു തിരക്കിലും നിങ്ങൾക്കതിന് സമയം കിട്ടും. ഇനി ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക്
എത്ര തിരക്കാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷൻ മുടങ്ങാതെ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ പ്രൊഫഷനോട് നിങ്ങൾക്ക് താല്പര്യമുള്ളതുകൊണ്ടല്ലേ? അതേമാതിരി കുടുംബജീവിതത്തോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയമുണ്ടായിരിക്കും, ഒരു സംശയം വേണ്ട. കുടുംബജീവിതത്തിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെന്തായാലും സമയം കിട്ടുക തന്നെ ചെയ്യും. അതിന് താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ സമയം കിട്ടാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ വേണ്ടി മറ്റുള്ളവരൊക്കെ സമയം ഉണ്ടാക്കുന്ന പോലെ അതിന് സമയം ഉണ്ടാക്കും. പിന്നെ കോമൺ ആയൊരു പ്രശ്നമാണ്, അതിന് നമുക്ക് പൊതുവായി തന്നെ മറുപടി പറയാം. ഏത്? ഭർത്താവിൻ്റെ മാതാപിതാക്കളെ കുറിച്ചാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാര്യ വന്ന് താമസിക്കുന്ന ഭർത്തൃ വീട്ടിലാവുന്നത് കൊണ്ട് അവിടെ വന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പം അതിന് എനിക്ക് പറയാവുന്ന ഒരു മറുപടി ഞാൻ പറയാം. പല പെൺകുട്ടികളും ഭർത്താവിൻ്റെ മാതാക്കളെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവർ പറയാറുള്ള ഒരു സംഗതി ഉണ്ട്. എൻ്റെ അതേ പ്രായത്തിലുള്ളൊരു മോളുണ്ട് അവർക്ക്, അവളും കല്യാണം കഴിഞ്ഞ പെൺകുട്ടി തന്നെയാണ്. പക്ഷെ അവളുടെ എല്ലാ കാര്യവും ഉമ്മ നോക്കും. അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും പറയും. അവൾ വീട്ടിൽ വന്ന് എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, നീ ഇപ്പോൾ കുഴങ്ങി വന്നതല്ലേ, ക്ഷീണിച്ച് വന്നതല്ലേ, നീ ഒന്ന് റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ, അല്ലെങ്കിൽ കുറച്ച് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചാൽ കുറച്ച് നേരം മോള് കിടന്നുറങ്ങിക്കോ, ആകെ അതൊക്കെ എൻ്റെ അതേ പ്രായമുള്ള ഇയാളുടെ പെങ്ങളോട് ഉമ്മ പറയും. ഞാൻ എത്ര ബുദ്ധിമുട്ടിയാലും എത്ര ക്ഷീണിച്ചാലും ഉമ്മക്കൊരു പ്രശ്നമല്ല, അപ്പോഴും ഉമ്മ വേറെ എന്തെങ്കിലും പണി എക്സ്ട്രാ എനിക്ക് തരികയാണ് ചെയ്യാൻ. ഇത് ഞാൻ നിങ്ങൾ പറയാനുള്ള കാരണം എന്താ അറിയോ? നമുക്കൊരു ബന്ധം, അതായത് ഒരു രക്തബന്ധം, ഒരു കുടുംബ ബന്ധം നമുക്കുണ്ടാകുമ്പോൾ അവരെ നമ്മൾ കാണുന്നതും അല്ലാത്തവരെ കാണുന്നതും രണ്ട് രൂപത്തിലാണ്. അങ്ങനെ കാണാൻ പറ്റും എന്നുള്ളത് വേറെ കാര്യം. ഇപ്പം ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുക, പുറത്തൊരു വലിയ പ്രശ്നങ്ങൾ, എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിൽക്കാതെ വിചാരിച്ചോളൂ നിങ്ങൾ. അപ്പോൾ എല്ലാവരും ആ കുട്ടിയെ കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴും ആ കുട്ടിയുടെ ഉമ്മനോട് നിങ്ങൾ പറയുകയാണെന്ന്, കുട്ടീനെ ഒന്ന് പിടിച്ചു വെക്കി, മടിയിൽ വെക്കി എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്താണ് ആ ഉമ്മ സംസാരിക്കുക. നമ്മളൊക്കെ ആ കുട്ടിയിൽ തകരാറ് കാണുമ്പോൾ ആ ഉമ്മ തകരാറ് കാണൂല. അതാണ് ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈ അമ്മായിമ്മയും മരുമകളും തമ്മിൽ യാതൊരുവിധ ബന്ധങ്ങളുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മകൻ്റെ ഭാര്യയല്ലേ, മകൻ്റെ ഉമ്മയല്ലേ ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു രക്തബന്ധമോ ഒരു ബ്ലഡ് റിലേഷനോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ കാണാൻ കഴിയൂല. അതുകൊണ്ട് കിട്ടാത്തത് ആഗ്രഹിക്കരുതേ സഹോദരിമാരെ, കിട്ടാത്തത് ഒരിക്കലും ആഗ്രഹിക്കരുത്. അങ്ങനെ ഒരു പരിഗണന ഭർത്തൃമാതാവിൽ നിന്ന്, നല്ല സ്ത്രീകളിൽ നിന്ന് ഉണ്ടാവാം, പക്ഷെ കോമൺ ആയി അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി ആ ഉമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓമനപുത്രനാണ്. അതുകൊണ്ട് അവനോടൊപ്പം വളരെ സ്വതന്ത്രമായി സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഉമ്മയുടെ സമയം നിങ്ങൾ വാങ്ങിയതുപോലെ ഉമ്മയ്ക്ക് തോന്നുന്നു. അവിടെ നിങ്ങൾ തമ്മിൽ അടുത്ത ബന്ധവും അടുത്ത പെരുമാറ്റവും ഉണ്ടാകുമ്പോൾ അത് തന്നെ ഒരു പക്ഷേ ഉമ്മയിൽ ചില മാനസിക വിഷമങ്ങളും അസ്വസ്ഥതകളും സൃഷ്ടിക്കാം. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. കഴിയണ പോലെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും. ഒന്ന് മനസ്സിലാക്കി പെരുമാറുക. ഭർത്താവുമായുള്ള ബന്ധത്തിൽ യാതൊരു വിധത്തിലും ഉമ്മയുടെ ഇടപെടലുകൾ ബാധിക്കാൻ പാടില്ല. ഉമ്മന്റെ കാര്യം ചർച്ച ചെയ്തിട്ട് നിങ്ങൾ രണ്ടുപേരും പ്രശ്നമുണ്ടാകുന്നുവെങ്കിൽ അവിടെ ഉമ്മയുടെ സ്വഭാവ ദൂഷ്യങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നു. അല്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ആ ഉമ്മക്ക് സാധ്യമല്ല. ആ ഉമ്മയെ കേന്ദ്രീകരിച്ച ചർച്ചകൾ നിങ്ങളുടെ രണ്ടുപേരും തമ്മിൽ വിയോജിപ്പുകളും പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാക്കുന്നിടത്തേക്ക് എത്താതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആ പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യണം, പരിഹരിക്കാൻ ശ്രമിക്കണം. ഉമ്മ എന്ന നിലക്ക് ഭർത്താവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി സഹകരിക്കുക. ഒരു ഉമ്മയുടെ അടുക്കൽ നിൽക്കുമ്പോൾ ഭാര്യയ്ക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അയാളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിച്ചാൽ തീർച്ചയായും വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പൊതുവായി അനുഭവങ്ങളിൽ നിന്ന്